നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന്റെ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരു വൃദ്ധനെ, വാടക വീട്ടിൽ താമസിക്കുകയായിരുന്ന ഒരു വൃദ്ധനെ അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ. കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്നത് വ്യക്തമല്ല എങ്കിൽ പോലും മോഷ്ടാക്കളായിരിക്കാം കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതായിട്ടാണ് സൂചനകൾ. പക്ഷേ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണോ എന്നുള്ള സംശയമുണ്ട്. അതായത് ഈ പറയുന്ന വൃദ്ധൻ ആ വീട്ടിൽ ആ സമയത്ത് തനിച്ചായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് കൊലപാതകം. ആ വീട്ടിലുണ്ടായിരുന്ന മറ്റു ആളുകൾ ആശുപത്രിയിൽ പോയിരിക്കുന്ന സമയത്താണ്, ആശുപത്രിയിലായതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അവിടേക്ക് ആരും വരില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ള സൂചനകൾ പോലീസ് നൽകുകയാണ്. എന്തായാലും അതിക്രൂരമായിട്ടുള്ള കൊലപാതകം ഈ വാർദ്ധക്യകാലത്ത് അതിക്രൂരമായിട്ട് എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് പോലും മനസ്സിലാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. കരുവാറ്റയിലാണ് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. വാടക വീട്ടിൽ താമസിക്കുകയായിരുന്ന വൃദ്ധനെതിരെ അതിക്രൂരമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുകയായിരുന്നെന്നാണ് വിവരങ്ങൾ. കരുവാറ്റ മാടപ്പുരയ്ക്കൽ പടിയിറ്റത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കൊല്ലം സ്വദേശിയായിട്ടുള്ള 67-കാരനായിട്ടുള്ള ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൈകാലുകൾ കൂട്ടിക്കെട്ടിയതിനു ശേഷം കഴുത്തിൽ കയർ കുരുക്കിയ നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ സാക്ഷികളൊക്കെ വ്യക്തമാക്കുന്നത്. മകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട ശിവൻകുട്ടിയുടെ ഭാര്യ സരസ്വതിയും കുടുംബാംഗങ്ങളും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു എന്നുള്ളതാണ് വിവരം. ഈ സമയത്താണ് ഇയാൾ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം കൊലപാതകി അവിടെ എത്തിയതെന്നാണ് സൂചന. തിങ്കളാഴ്ച രാവിലെ ചെറുമകൾ വീട്ടിലെത്തി പലതവണ ഇദ്ദേഹത്തെ വിളിച്ചതെങ്കിലും വാതിൽ തുറന്നിരുന്നില്ല. അങ്ങനെ സംശയം തോന്നിയതിനെ തുടർന്നാണ് കുട്ടി അയൽവാസികളെ വിവരം അറിയിച്ചു. അയൽവാസികൾ ഉടൻ തന്നെ ആ സംഭവ സ്ഥലത്തെത്തുന്നത്. നാട്ടുകാർ ചേർന്ന് വീടിന്റെ വാതിൽ പൊളിച്ചകത്ത് കയറിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു ദൃശ്യം കാണുന്നത്. ശിവൻകുട്ടി മരിച്ച നിലയിലായിരുന്നു. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിൽ നിലവിൽ പ്രാഥമിക നിഗമനം പോലീസ് പറയുന്നുണ്ട്. എങ്കിൽ പോലും കൊലപാതകമാണോ എന്നുള്ള സംശയവുമുണ്ട്. ശിവൻകുട്ടിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന മാലയടക്കം ശരീരത്തിൽ ഉണ്ടായിരുന്നതും വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്നതുമായിട്ടുള്ള 6 പവൻ സ്വർണ്ണാഭരണങ്ങളടക്കം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മോഷണമായിരിക്കാം എന്നുള്ള ഒരു സംശയത്തിന് കാരണം. അതേസമയത്ത് മറുവശത്ത് കൊലപാതകം എന്ന് പറയാൻ ഈ മോഷണമാണ് എന്ന് കരുതി കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു നാടകമാണോ എന്നുള്ള സംശയമാണ്. എന്തായാലും സംഭവ സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി കഴിഞ്ഞു എന്നാണ് സൂചനകൾ. ഹരിപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.